പ്രണയം ഭാഗം 2. ഉയർന്ന നെഞ്ചിടിപ്പോടെയാണ് പാർവതി വാതിൽ തുറന്നത്. ഈ ജോലി തനിക്ക് ഏറെ അത്യാവശ്യമാണ്. എങ്ങനെയും പുതിയ MD-യോട് സംസാരിച്ച് ജോലിയിൽ തുടരണം. മനസ്സിൽ ഓരോന്നും ആലോചിച്ച് ഉറപ്പിച്ച് വാതിൽ തുറക്കുമ്പോൾ കണ്ടു മുന്നിലിരിക്കുന്ന മനുഷ്യനോട് ചിരിച്ച് സംസാരിക്കുന്ന ഗംഗാധരൻ സാറിനെ. "ആ, പാർവതി വന്നോ?" "സാർ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി പാർവതി." പാർവതിയെ നോക്കി ഗംഗാധരൻ പറയുമ്പോൾ മുന്നിലിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പാർവതി. വെളുത്ത് അല്പം തടിച്ച മധ്യവയസ്കനായ ഒരു മനുഷ്യൻ. കോട്ടും സൂട്ടുമാണ് വേഷം. കട്ടിയുള്ള കറുത്ത മുടിയും മീശയുമുണ്ട്. ആഢ്യത്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം കണ്ടാൽ തന്നെ അറിയാം ഏതോ ബിസിനസ്മാൻ ആണെന്ന്. അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചതും ഉള്ളിലെ പേടി മറച്ചു വെച്ച് അവളും ഒന്ന് പുഞ്ചിരിച്ചു. "പാർവതി, ഇതാണ് നമ്മുടെ സ്കൂൾ വാങ്ങിയ സാർ, ബാലചന്ദ്രവർമ്മ സാർ." അയാളെ നോക്കി പാർവതിയോടായി ഗംഗാധരൻ പറയുമ്പോൾ അയാളെ നോക്കി ഒന്നുകൂടി പുഞ്ചിരിച്ചു പാർവതി. "ഗുഡ് ആഫ്റ്റർനൂൺ സാർ," ബഹുമാനത്തോടെ അവൾ പറഞ്ഞു. "ഗുഡ് ആഫ്റ്റർനൂൺ പാർവതി." "പാർവതി അല്ലേ?" അയാൾ ചോദിച്ചു. "അതെ സാർ," അവൾ പറഞ്ഞു. "മിടുക്കിയ സാർ, ഇവിടുത്തെ അടുത്ത് തന്നെയാണ് വീട്." "ഒരു പാവം കുട്ടിയാ." പാർവതിയെ ഒന്ന് നോക്കി അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ആവേശത്തോടെ ഗംഗാധരൻ പറഞ്ഞു. അതിന് ചെറിയൊരു പുഞ്ചിരിയാണ് ബാലചന്ദ്രൻ കൊടുത്ത മറുപടി. കുട്ടിയുടെ കാര്യം ഗംഗാധരൻ പറഞ്ഞു. "പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല." അയാൾ പറയുമ്പോൾ അത് കേട്ട് നിന്ന പാർവതിയുടെ മുഖം വാടിയിരുന്നു. സംശയഭാവത്തിൽ ഗംഗാധരൻ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾക്കും അതേ ഭാവമായിരുന്നു. "അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്?" ചെറിയൊരു സംശയഭാവത്തിൽ അയാൾ ചോദിച്ചു. "മറ്റൊന്നും കൊണ്ടല്ല മിസ്റ്റർ ഗംഗാധരൻ, ഞാൻ ഇന്നിവിടെ വന്നത് വെറുതെ ഈ സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് കാണാനാണ്, അല്ലാതെ ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള വരവല്ല. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ UK പോകണം. ഇനിയുള്ള 6 മാസം ഞാൻ അവിടെയാണ്. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാത്തത്." ബാലചന്ദ്രൻ പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പാർവതിയും ഗംഗാധരനും. "നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ 60% വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഞാനും മകനും കൂടിയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അംഗീകരിച്ച ഒരു അഗ്രിമെൻ്റാണിത്. അതായത് വർഷത്തിൽ 6 മാസക്കാലം ഞാൻ ഇവിടെയെങ്കിൽ അവൻ അവിടെ. അവൻ ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങോട്ടും പോകും. എൻ്റെ 6 മാസത്തെ കാലാവധി നാളെ കഴിയുക. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ഞാൻ തിരിച്ചു പോകുകയാണ്. ഇനി ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് മകനാണ്. അവൻ ഈ ആഴ്ച വരും, മേ ബി നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പാർവതിയുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാത്തത്. അവൻ വന്ന് തീരുമാനിക്കട്ടെ." ബാലചന്ദ്രൻ പറയുമ്പോൾ അത് കേട്ട് നിന്ന പാർവതിയുടെ മുഖം മാറിയിരുന്നു. ഗംഗാധരൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മുന്നിലിരിക്കുന്ന വലിയ മനുഷ്യൻ ഒരു പാവമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അവർ ഇരുവരും. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിലുമുണ്ടായിരുന്നു. ചീട്ടുകൊട്ടാരം പോലെ അത് തകർന്നു വീണപ്പോൾ എത്ര ഒളിപ്പിച്ചു വെച്ചിട്ടും മുഖത്തൊരു ടെൻഷനും ദുഃഖവും തളം കെട്ടി പാർവതിക്ക്. ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ, മുഖമാണല്ലോ മനസ്സിൻ്റെ കണ്ണാടി. "സാറിൻ്റെ ഫാമിലിയൊക്കെ?" പെട്ടെന്നാണ് ഗംഗാധരൻ ആ ചോദ്യം ചോദിച്ചത്. "എൻ്റെ വൈഫ് നീത, അവൾ ഡോക്ടറാണ്. ഞങ്ങൾക്ക് UK ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ MD ആണ് നീത. ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് നോക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഒത്തിരി ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നീതയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഡോക്ടേഴ്സാണ്. നീത പഠിച്ചതും വളർന്നതുമെല്ലാം അവിടെയായിരുന്നു. ഞങ്ങളുടേതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വിവാഹം കഴിഞ്ഞ് എൻ്റെ ബിസിനസ്സൊക്കെ ഇവിടെ ആയതുകൊണ്ട് നീത അവിടെ സെറ്റിലാകാനായിരുന്നു തീരുമാനിച്ചത്." പക്ഷേ ബാക്കി പറയാൻ കഴിയാതെ അയാളുടെ മുഖത്ത് ദുഃഖം നിറയുന്നത് ശ്രദ്ധിച്ചിരുന്നു ഗംഗാധരൻ. എല്ലാത്തിനും മൂകസാക്ഷിയായി പാർവതിയും. "പക്ഷേ എന്തുണ്ടായി സാർ? പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്?" മടിയോടെ ഗംഗാധരൻ ചോദിച്ചു. "ഇല്ല, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ." അതും പറഞ്ഞ് കണ്ണുകളൊന്ന് മുറുകെ അടച്ചു തുറന്നു ബാലചന്ദ്രൻ. "വിവാഹം കഴിഞ്ഞ നാളുകളിൽ വളരെ സന്തോഷപൂർവ്വമായ ജീവിതമായിരുന്നു എൻ്റേതും നീതയുടേതും. ആ ഇടയ്ക്കാണ് നീത പ്രഗ്നൻ്റ് ആവുന്നത്. ഇരട്ടി മധുരം പോലെ നമുക്ക് 2 ആൺകുട്ടികളും ജനിച്ചു. ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾക്ക് 2 പേർക്കും പനി വരുന്നത്. അന്ന് അവർക്ക് 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പനി കൂടി 2 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞതും അതിലൊരാൾ പോയി എന്ന വാർത്തയാണ് ഞങ്ങൾ കേട്ടത്." നീതക്കത് വളരെ വലിയ ഷോക്കായിരുന്നു. നീതയ്ക്ക് മാത്രമല്ല, എനിക്കും, അതിലുപരി അപ്പുവിനും. അവൻ്റെ നിഴലായി ജനിച്ചപ്പോൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ പോയത്. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അപ്പു കൂടുതൽ സൈലൻ്റായി വന്നു. അതുകൊണ്ടാണ് നീത അവനുമായി തിരിച്ച് UK തന്നെ പോയത്. അവിടെ പോയതും അവിടുത്തെ അറ്റ്മോസ്ഫിയർ നീതയെയും അപ്പുവിനെയും ഒത്തിരി മാറ്റി. അതുകൊണ്ട് തന്നെ നീത അവിടുത്തെ അവരുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പുവിനെ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചു. എനിക്ക് സമയം കിട്ടുമ്പോഴേക്കേ ഞാൻ അങ്ങോട്ട് പോകും. കാലം മയക്കാത്ത മുറിവുകളില്ല എന്നല്ലേ. 2 പേരിൽ ഒരാൾ പോയെങ്കിലും അപ്പു മിടുക്കനായി തന്നെ വളർന്നു. ദേഷ്യവും വാശിയും ഇത്തിരി കൂടുതലാണെങ്കിലും ആളൊരു പാവ. അതുകൊണ്ട് തന്നെ പാർവതിയുടെ കാര്യത്തിൽ അവൻ എന്തായാലും ഒന്നും എതിർത്തൊന്നും പറയാൻ ചാൻസ് ഇല്ല. "സാറിനിപ്പോൾ ഈ അപ്പു മാത്രമേ ഉള്ളൂ? 2 പേരിൽ ഒരാൾ പോയതുകൊണ്ട് നീതയ്ക്ക് പിന്നീട് ഒരു കുഞ്ഞ് വേണ്ട എന്ന അഭിപ്രായമായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ സ്നേഹവും കൊടുത്ത് അപ്പുവിനെ അങ്ങ് വളർത്തി. ഈ അപ്പു എന്ന് ഞങ്ങൾ മാത്രമേ വിളിക്കൂട്ടോ. ഒഫീഷ്യൽ നെയിം ആകാശ് വർമ്മ."
അവൻ്റെ സ്കൂളിങ്ങും കോളേജും എല്ലാം അവിടെയായിരുന്നു. മെഡിക്കൽ ഫീൽഡിനേക്കാൾ ബിസിനസ്സായിരുന്നു അവന് താല്പര്യം. അതുകൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ പകുതി മുക്കാൽ ടെൻഷനും കുറഞ്ഞു. പക്ഷേ നീത അവിടെ പാടുപെടുക, പുഞ്ചിരിയോടെ ബാലചന്ദ്രൻ പറഞ്ഞു. അതെന്താ സർ? അത് അപ്പു എൻ്റെ പാത പിന്തുടർന്നപ്പോൾ അവളെ സഹായിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞ്. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് അപ്പുവിൻ്റെ മാരേജ് ഫിക്സ് ചെയ്തത്. ഓ, അപ്പം മകൻ വിവാഹിതനാണോ? വിവാഹിതനല്ല മിസ്റ്റർ ഗംഗാധരൻ, എന്നാലും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീതയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മകളാണ് കക്ഷി. അവിടെ തന്നെ പഠിച്ചു വളർന്ന കുട്ടിയാണ്, ഡോക്ടറാണ്. മരുമകളായി ശ്രദ്ധ വരുമ്പോൾ അവൾക്കൊരു കൈത്താങ്ങാകുമെന്നാണ് നീത പറയുന്നത്. ഒരു കണക്കിന് അത് സത്യവും കൂടിയാണ്. എന്നാൽ സാർ, മകൻ്റെ വിവാഹം ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് പിടി തന്നത്. അതുകൊണ്ടാണ് പിടിച്ച പിടിയാലെ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് വിചാരിച്ചത്. 2 മാസം കൂടി കഴിഞ്ഞാൽ അവൻ്റെ എൻഗേജ്മെൻറ്റാണ് പാരീസിൽ വെച്ച്. പാരീസിലോ? അതെന്താ സാർ അവിടെ? ഒന്നുമില്ല, വെറുതെ വെള്ളത്തിന് നടുവിൽ വെച്ച് ഡിഫറെൻറ്റ് തീമിൽ നടത്താമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ചുരുക്കം ചില ഫാമിലി ഫ്രണ്ട്സും ബിസിനസ് ഫ്രണ്ട്സുമായിട്ട് ക്രൂയിസ് ഷിപ്പിൽ വെച്ചാണ് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കാണാനും പെണ്ണായും ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൻ്റെ വിവാഹം എൻഗേജ്മെൻറ്റും എല്ലാം വളരെ ഗ്രാൻഡായിട്ട് നടത്തണമെന്നാണ് നീതയുടെ ആഗ്രഹം. ബാലചന്ദ്രൻ പറയുമ്പോൾ അത് കേട്ട് ഗംഗാധരൻ മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. അതും പറഞ്ഞ് ബാലചന്ദ്രൻ സീറ്റിൽ നിന്ന് എണീക്കുമ്പോൾ ഗംഗാധരനും ഒപ്പം എണീറ്റു. തൊട്ടുമാറി എല്ലാം കേട്ട് നിന്ന പാർവതിയുടെ മുന്നിലായി വന്ന് നിന്നും ബാലചന്ദ്രൻ. മുന്നിൽ അയാളെ കണ്ടതുമൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പാർവതി പേടിക്കണ്ട, അപ്പുവിനോട് ഞാൻ പറയാം, ധൈര്യമായിട്ടിരുന്നോളൂ. എന്താ? ചെറിയൊരു പുഞ്ചിരിയോടെ ആൾ പറഞ്ഞതും പ്രതീക്ഷയോടെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഗംഗാധരൻ്റെ മുഖത്തേക്ക് നോക്കി പാർവതി. ശരി സർ, പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. അപ്പോൾ ബായ് മിസ്റ്റർ ഗംഗാധരൻ, വീണ്ടും കാണാം. സാർ, സ്കൂളൊന്നും ചുറ്റി നോക്കിപ്പോലും ഇല്ലല്ലോ. അതൊന്നും ഇപ്പോൾ വേണ്ട. മാനേജർ സ്റ്റീഫൻ ഫോട്ടോസ് കാണിച്ചിരുന്നു. ഇനി എന്തായാലും അപ്പു വരുമ്പോൾ അവൻ നോക്കാതിരിക്കില്ല. ഞാൻ ഇറങ്ങുവാ, എനിക്കിത്തിരി തിരക്കുണ്ട്. അതും പറഞ്ഞ് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ബാലചന്ദ്രൻ. അയാളെ യാത്രയാക്കാൻ വേണ്ടി ഗംഗാധരനും പിന്നാലെ പോയി. പോകുന്നതിന് മുൻപ് ഇവിടെ നിൽക്കണമെന്ന് പാർവതിയുടെ കണ്ണുകൾ കൊണ്ട് ആംഗ്യവും കാണിച്ചിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും നിറഞ്ഞ പുഞ്ചിരിയോടെ ഗംഗാധരൻ തിരിച്ചു വന്നു. പാർവതി, നിന്ന് മുഷിഞ്ഞോ? ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് മുന്നിലെ ചെയറിലിരിക്കാൻ പാർവതിയെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടാണ് ഗംഗാധരൻ പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ ചെയറിലേക്ക് ഇരുന്നു പാർവതി. ഇല്ല സർ, പതിഞ്ഞ സ്വരത്തിൽ അവൾ പറയുമ്പോഴും മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ പ്രകടമായിരുന്നു. മോൾക്ക് എന്താ എത്ര ടെൻഷനെന്ന് എനിക്കറിയാം. മോൾ കണ്ടില്ലേ എത്ര തങ്കപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹമെന്ന്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കലും മോളെ ഇവിടുന്ന് പറഞ്ഞു വിടത്തൊന്നുമില്ല. ബാലചന്ദ്രൻ സാറും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ശരിയാ സാർ, പക്ഷേ ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പേടി പോലെ, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്നത് പോലെ ആദിയോടെ പാർവതി പറഞ്ഞു. മോൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാർവതിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഗംഗാധരൻ ചോദിച്ചു. ഒന്നുമില്ല സാർ, ഈ ജോലി എനിക്ക് എന്ത് വിലപ്പെട്ടതാണെന്ന് സാറിന് അറിയാമല്ലോ. ഇപ്പോൾ വന്നിട്ട് പോയ മനുഷ്യനും എന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ആ സാറിൻ്റെ മകനെന്ന് പറയുമ്പോൾ ജനിച്ചപ്പോൾ മുതൽ പ്രാരാബ്ധം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സുഖസൗകര്യങ്ങളുടെ പുറത്തു മാത്രം ജീവിച്ച അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സ് പറയുന്നത് പോലെ. എൻ്റെ ജോലി മാത്രമല്ല, അച്ഛൻ്റെ ജോലിയും എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ആ ഫാക്ടറിയും വാങ്ങിയത് ഇവരല്ലേ. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പേടി പോലെ. മോള് കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്തായാലും ആ സാറ് വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഈ ഇറങ്ങിപ്പോയ അച്ഛൻ്റെ മകനല്ലേ, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ കിട്ടാതിരിക്കുവോ? അതുകൊണ്ട് പാർവതി ധൈര്യമായിട്ട് ക്ലാസ്സിൽ പൊക്കോളൂ, എല്ലാം നമുക്ക് ശരിയാക്കാം. എന്നാലും സർ, എൻ്റെ മോളെ, ഇവരൊക്കെ ഈ സ്കൂളും ഫാക്ടറിയും എല്ലാം പറഞ്ഞ പണം അത്രയും കൊടുത്ത് രാജശേഖരൻ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ ജോലി ചെയ്യുന്നവരെ മുഴുവൻ വെറുതെ അങ്ങ് പറഞ്ഞു വിടുവോ? കൂടുതൽ ആളുകളെ ജോലിക്ക് എടുക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മോൾക്കറിയാലോ, ഒരു മകളോട് എന്ന പോലത്തെ വാത്സല്യമുണ്ട് എനിക്ക് നിന്നോട്. ആ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുറത്ത് പറയുക. മോൾ ധൈര്യമായിട്ട് പൊക്കോ. ഞാനല്ലേ പറയണേ? ഗംഗാധരൻ പറയുമ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും അത് അധികം പുറത്ത് കാട്ടാതെ ചെറിയൊരു പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ചിട്ട് പുറത്തേക്ക് പോയി പാർവതി. അന്ന് മുഴുവൻ പാർവതിയുടെ മനസ്സ് കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. ഗംഗാധരൻ ആശ്വസിപ്പിച്ചുവെങ്കിലും മനസ്സിലെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ആരോ പറയുന്നത് പോലെ. സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ മയൂരി ഓരോന്നും പറഞ്ഞു കുത്തുമ്പോൾ എന്നത്തെയും പോലെ അതൊന്നും ചെവി കൊണ്ടില്ല പാർവതി. വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും എല്ലാം മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നിയിരുന്നു അവൾക്ക്. എല്ലാം മനസ്സിൻ്റെ തോന്നലാണെന്ന് കരുതി പിന്നീട് ആ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി. ചെറിയൊരു നില ടെറസ് വീടാണ് പാർവതിയുടേത്. വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേ കണ്ടു ബക്കറ്റിൽ കുറച്ച് വെള്ളവും മഗ്ഗുമായി ചെടികൾക്ക് മുന്നിൽ നിന്ന് അവ നനയ്ക്കുന്ന അമ്മയെ. നീ വന്നോ? എന്താ മോളെ ലേറ്റായത്? പാർവതിയെ കണ്ടുടൻ നനഞ്ഞ കൈകൾ സാരിത്തലപ്പിൽ തുടച്ചുകൊണ്ട് നിർമ്മല ചോദിച്ചു. ബസ്സിൽ തിരക്കായിരുന്നു അമ്മേ, അതുകൊണ്ട് 2ാമത്തെ ബസ്സിലാണ് വന്നത്. ചെരുപ്പൂരി മാറ്റത്തിൻ്റെ ഒരു സൈഡ്
മുറ്റത്തിൻ്റെ ഒരു സൈഡിലായുള്ള സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, മോൾ വേഗം പോയി മേല് കഴുകി വാ, അമ്മ ചായ എടുത്തു തരാം. നിർമ്മല പറയുമ്പോൾ അതൊന്ന് തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പാർവതി. അടുക്കളയിൽ പോയി ബാഗിൽ നിന്ന് ഉച്ചക്ക് കൊണ്ടുപോയ ചോറ്റുപാത്രവും ബോട്ടിലും എടുത്ത് സ്ലാബിന് പുറത്തു വെച്ചു. റൂമിൽ പോയി ബാഗിനെ മേശപ്പുറത്തായി വെച്ചു. തലമുടിയെല്ലാം വാരി ചുറ്റി കെട്ടിവെച്ചു. മാറാനുള്ള ചുരിദാറും ടവലും എടുത്ത് റൂമിൽ തന്നെയുള്ള ബാത്റൂമിൽ കയറി. ഉടുത്തിരുന്ന സാരിയും അവിടെ വെച്ച് തന്നെ നനച്ചു കുളിച്ചു കയറി. കൊച്ചേച്ചി. ബാത്റൂമിൻ്റെ ഡോർ അടയ്ക്കുമ്പോഴാണ് പിന്നിൽ വേദയുടെ ശബ്ദം കേട്ടത്. ആ, നീ വന്നോ? ഇന്നും ഉണ്ടായിരുന്നോ എക്സ്ട്രാ ക്ലാസ്? തോർത്ത് തലയിൽ നിന്ന് അഴിച്ചു മാറ്റി മുടി തോർത്തിക്കൊണ്ട് പാർവതി ചോദിച്ചു. ഉണ്ടായിരുന്നു ചേച്ചി. എനിക്ക് വിശന്നിട്ട് വയ്യ. വയറ്റിലൊന്ന് കൈവച്ചുകൊണ്ട് കൊഞ്ചലോടെ വേദ പറഞ്ഞു. നീ പോയി മേല് കഴുകി വാ ചിന്നു, അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട്. അതും പറഞ്ഞ് നനച്ചു വെച്ച സാരിയും എടുത്ത് പുറത്തേക്ക് പോയി പാർവതി. പുറത്തുപോയി അഴയിൽ സാരിയും ബ്ലൗസും വിരിച്ചിട്ടു. അടുക്കളയിൽ പോകുമ്പോൾ അവിടെ നിർമ്മല നല്ല കടുപ്പമുള്ള ചായ കപ്പിലേക്ക് പകർത്തുമായിരുന്നു. ചേച്ചിയുടെ അമ്മേ? അടുക്കള സ്ലാബിലേക്ക് കയറിയിരുന്നു കൊണ്ട് പാർവതി ചോദിച്ചു. അവളുടെ കൺമശിയും പൊട്ടും ചാന്തും പൗഡറും എല്ലാം തീർന്നു എന്നും പറഞ്ഞ് ഫാൻസിയിൽ പോയിരിക്കുക. ഒരു കപ്പ് ചായ സാരിത്തലപ്പ് കൊണ്ട് തുറച്ചുകൊണ്ട് പാർവതിക്ക് കൊടുത്തുകൊണ്ട് നിർമ്മല പറഞ്ഞു. ഓ, ഇനി ഒരുങ്ങിക്കെട്ടി ജാൻസി റാണി ഇങ്ങോട്ട് പോകുക? ഈ വീടിനകത്തിരിക്കാൻ വേണ്ടിയല്ലേ? അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പാർവതിക്ക് അടുത്തായി സ്ലാബിലേക്ക് ഇരിക്കുന്നതിനിടയിൽ ചിന്നു പറഞ്ഞു. ഇതേ പെണ്ണെ, വർത്താനം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. സ്വന്തം ചേച്ചി അത്, ആ ഓർമ്മ ഉണ്ടായിരിക്കണം. ഒരു കപ്പ് ചായ ചിന്നുവിനെ കൊടുത്തുകൊണ്ട് താക്കിയതുപോലെ നിർമ്മല പറഞ്ഞു. ഞാൻ പറയുന്നതാണ് അമ്മയ്ക്ക് കുറ്റം. അമ്മക്കറിയില്ല അച്ഛനും കൊച്ചേച്ചിയും ഈ വീട് നോക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് വലിയേച്ചി അത് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീധനം കുറഞ്ഞു പോയത് കൊണ്ട് ആരും വരാത്തതെന്ന്. 20 പവൻ ചില്ലറ കാര്യമാണോ? എന്നിട്ട് മതിയാവാതെ പറയുകയല്ലേ ഈ വീടും കൂടി വേണമെന്ന്? ദേഷ്യത്തോടെ ചിന്നു പറഞ്ഞു. ആടി പറഞ്ഞു, ഇനിയും പറയും. പിന്നിൽ ശ്രീവിദ്യയുടെ ശബ്ദം കേട്ടതോ എല്ലാവരും ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി. നീ എന്താടി പറഞ്ഞത്? 20 പവൻ നിസ്സാര കാര്യമല്ലേന്നോ? എൻ്റെ കൂടെ പഠിച്ച രാജിയുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച. 50 പവൻ അവൾക്ക് അവളുടെ അച്ഛൻ കൊടുത്തത്. അതൊക്കെ കാണുമ്പോഴാണ് ഇവിടെ ഉള്ളതിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. നിർമ്മലയൊന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് വിദ്യ പറഞ്ഞു. വല്യേച്ചി കിണറ്റിലിടാൻ ഉദ്ദേശിക്കുന്ന ഈ അച്ഛനും ചെറിയേച്ചിയും ഇല്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു പട്ടിണി കിടന്ന് ചത്തുപോകുന്നത്. ഒട്ടും വിട്ടുകൊടുക്കാതെ ചിന്നു പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? തമ്മിൽ കണ്ടാൽ തുടങ്ങും കീരിയും പാമ്പും പോലെ നിൽക്കാൻ. എൻ്റെ വിദ്യയെ, നിനക്കെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ? ഒന്നുമില്ലെങ്കിൽ നിന്നേക്കാൾ എത്ര വയസ്സിന് ഇളയതോ ചിന്നു? ശാസനയോടെ നിർമ്മല പറഞ്ഞു. വയസ്സിന് മാത്രമല്ല എളുപ്പമുള്ളൂ, നാക്ക് കൊണ്ട് ഇവളല്ലേ മൂത്തത്? വിദ്യ പറഞ്ഞു. ദേ, കൈ ചൂണ്ടി എന്തോ പറയാൻ തുടങ്ങിയതും ചിന്നുവിൻ്റെ ആ വിരലിൽ പിടിച്ചു പാർവതി. ചിന്നു, എന്താ ഇത്? ഇത് നമ്മുടെ ചേച്ചിയാ. കൈ ചൂണ്ടിയാണോ സംസാരിക്കേണ്ടത്? ശാസന പോലെ പാർവതി പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യം കടിച്ചമർത്തി തല കുനിച്ച് നിന്നു ചിന്നു. അപ്പുറത്ത് ശാരദൊരു കഷ്ണം ചക്ക തന്നു. ഇതാ തേൻവരിക്കയാ. വിദ്യ കഴിച്ചു. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതാ. സ്ലാബിന് പുറത്ത് നിന്നൊരു പാത്രം മൂടി മാറ്റി പാർവതിക്കും ചിന്നുവിനും നേരെ നീട്ടിക്കൊണ്ട് നിർമ്മല പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കേ ഉള്ളുവോ? എനിക്കും വിശക്കുന്നുണ്ട്. അതിന് നീ കഴിച്ചതാണല്ലോ എന്നും പറഞ്ഞ് എനിക്കെന്താ വിശന്നൂടെ? അല്ലെങ്കിലും ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും ഇല്ലാത്തൊരു നശിച്ച വീട്. വയറ്റിൽ കൈവച്ചുകൊണ്ട് നിന്ന് വിദ്യ പിറുപിറുക്കുമ്പോൾ സ്ലാബിൽ നിന്നും താഴേക്കിറങ്ങി സ്റ്റാൻഡിൽ നിന്നൊരു ചെറിയ പ്ലേറ്റ് എടുത്ത് പാത്രത്തിൽ നിന്ന് അതിൻ്റെ നേർപകുതി ചക്കപ്പഴ എടുത്ത് വിദ്യക്ക് നേരെ നീട്ടി പാർവതി. ഇതാ ചേച്ചി, ഇത് കഴിച്ചോ? എനിക്ക് വേണ്ട. അതെന്താ കൊച്ചേച്ചിക്ക് വേണ്ടാത്തത്? ചേച്ചിക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമല്ലേ? ചിന്നു ചോദിച്ചു. ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഇന്നെന്തോ കഴിക്കാൻ തോന്നുന്നില്ല. ചേച്ചി കഴിച്ചോ? ചെറിയൊരു പുഞ്ചിരിയോടെ പാർവതി പറയുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി അതിൽ നിന്നും ചക്കയെടുത്ത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി വിദ്യ. നിറഞ്ഞ ദേഷ്യത്തോടെ അത് നോക്കി നിന്ന ശേഷം പാർവതിക്ക് അടുത്തേക്ക് വന്ന് ചിന്നു. ഇതാ ചേച്ചി, ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം. കയ്യിലെ പാത്രം പാർവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് ചിന്നു പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ കൈവച്ചു പാർവതി. കൊച്ചേച്ചിക്ക് വേണ്ട മോളെ, മോള് കഴിച്ചോ? നിനക്കല്ലേ വിശപ്പുണ്ടായിരുന്നത്? എനിക്ക് വിശപ്പുണ്ട്. അതുപോലെ ചേച്ചിയും ഒരു മനുഷ്യ സ്ത്രീയല്ലേ? ഈ വിശപ്പും ദാഹവും ഒക്കെ കൊച്ചേച്ചിക്കും തോന്നും. കറവപ്പശുവിനെ പോലെ ഇവിടെ ജീവിക്കുമ്പോൾ ചേച്ചി അത് മറന്നു പോകരുത്, ചിന്നു പറഞ്ഞു. അത് കേട്ട് നിന്ന് നിർമ്മലയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചിരുന്നു പാർവതി. വന്ന് എന്തും പറയാമെന്ന് വിചാരിക്കരുത് ചിന്നുനി. ഇതേ എൻ്റെ കുടുംബമാണ്. ഈ കുടുംബത്തിനോട് എനിക്കുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിലും കൊച്ചേച്ചിയോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല. അതും പറഞ്ഞ് ദേഷ്യത്തിനകത്തേക്ക് പോയി ചിന്നു. ദേ പാറു, ആ പെണ്ണ് പോട്ടെ. നീ പിന്നാലെ പോയി പിണക്കം മാറ്റാനൊന്നും നിൽക്കണ്ട. ഒരെല്ല് കൂടുതലാ അതിന്. അഹങ്കാരി. അമ്മേ, ഇവിടെ രാത്രി എന്താ കഴിക്കാൻ? വിദ്യ ചോദിച്ചു. ചപ്പാത്തിയും തക്കാളിക്കറിയും. താല്പര്യമില്ലാത്തതുപോലെ നിർമ്മല പറഞ്ഞു. ഇവിടെ എന്നും ഈ തക്കാളിക്കറി മാത്രമേ ഉള്ളൂ. ചിക്കനൊക്കെ വാങ്ങിയ കാലം മറന്നു. വിദ്യ വീണ്ടും പിറുപിറുത്ത് തുടങ്ങിയപ്പോൾ പാർവതി നിർമ്മലയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും പറയരുതെന്ന് കണ്ണ് കാണിച്ചു. നീ എന്നെ ഒന്ന് സഹായിക്ക്. ചപ്പാത്തി പരത്തി തന്നാൽ മതി, ഞാൻ ചുറ്റെടുക്കാം. നിർമ്മല വിദ്യയോടായി പറഞ്ഞു. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്ക് വിയർത്താൽ ദേഹം മൊത്തം ചൊറിച്ചിൽ വരും. ഡീ പാറു, നീ ഒന്ന് സഹായിച്ചു കൊടുക്ക്. വിദ്യയെ, നീ ഇന്ന് മുഴുവൻ ഇവിടെ ചുമ്മാതിരിക്കുകയായിരുന്നില്ലേ? പാറു ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ദേഷ്യത്തോടെ നിർമ്മല പറഞ്ഞു. അമ്മ, വെറുതെ എന്തിനാ ഒരു പ്രശ്നം? ഞാൻ ചെയ്തു തരാം. കേട്ടല്ലോ, ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനേ മുറിയിൽ പോവുക. അതും പറഞ്ഞ് ചക്കപ്പഴം കഴിച്ചുകൊണ്ട് വിദ്യ റൂമിലേക്ക് പോയി. ഇങ്ങനെ ഒരു അസത്ത്. വിദ്യ പോയ വഴിയെ നോക്കി നിർമ്മല പറഞ്ഞു. അമ്മ നിൽക്ക്, ഞാനിതാ വരുന്നു. ചിന്നൂട്ടി പിണങ്ങിപ്പോയതാ. ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് ബുക്കും എടുത്ത് കൊടുത്തിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് പാർവതി റൂമിലേക്ക് പോകുന്നത് ഒരു നെടുവീർപ്പോടെ നോക്കി നിന്ന് നിർമ്മല.
വൈകിട്ട് ഒരു ഏഴരയുടെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടാണ് അടുക്കളയിൽ നിന്ന് പാർവതിയും നിർമ്മലയും പുറത്തേക്ക് വന്നത്. അടുത്ത ദിവസത്തേക്കുള്ള കറിക്ക് വേണ്ടുന്ന പച്ചക്കറികൾ അരിയുകയായിരുന്നു രണ്ടുപേരും. അച്ഛൻ വന്നെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കാം. അതും പറഞ്ഞ് പാർവതി ഉമ്മറത്തേക്ക് വരുമ്പോഴേ കണ്ടു കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കൊന്ന് തൊട്ട് കണ്ണിൽ വെച്ചുകൊണ്ട് അടുത്ത് കിടക്കുന്ന ചാരുകസേരയിൽ കയറി ചാരി കിടക്കുന്ന ഗോപാലകൃഷ്ണനെ. അച്ഛാ! അടുത്തു വന്ന് പാർവതി വിളിക്കുമ്പോൾ കയ്യിൽ കരുതിയിരുന്ന പൊതി പുഞ്ചിരിയോടെ അവളെ ഏൽപ്പിച്ചു അയാൾ. നല്ല ചൂട് പരിപ്പുവട എല്ലാവർക്കും കൊടുക്ക്. അയാളുടെ കയ്യിൽ നിന്ന് പൊതി വാങ്ങുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന ക്ഷീണം നോക്കി കാണുകയായിരുന്നു പാർവതി. അച്ഛൻ തളർന്നു അല്ലേ? അവളുടെ ചോദ്യം കേട്ട് ചെറുതായെന്ന് പുഞ്ചിരിച്ചു ഗോപാലകൃഷ്ണൻ. തളർച്ചയൊക്കെ സാധാരണയല്ലേ മോളെ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? അമ്മ അച്ഛനുള്ള ചായ എടുക്കുക, ചേച്ചി റൂമിലുണ്ട്, ചിന്നു പഠിക്കുക. മറുപടി ഒരു മൂളലിൽ ഒതുക്കുമ്പോഴേക്കും ആവി പറക്കുന്ന ചൂട് ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു നിർമ്മല. കുറച്ചു നേരം 3 പേർക്കും ഇടയിൽ മൗനം തളം കെട്ടി നിന്നു. നമ്മുടെ ഫാക്ടറി രാജശേഖരൻ സാർ വിറ്റു. കപ്പ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ചാരുകസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഒരു ഞെട്ടലോടെയാണ് നിർമ്മല അത് കേട്ടതെങ്കിൽ പാർവതിയുടെ മുഖത്ത് ഒരു തരം നിർവികാരതയായിരുന്നു. അയ്യോ, അതെന്താ പെട്ടെന്നല്ല നിർമ്മലെ, തൊഴിലാളികൾ അറിഞ്ഞപ്പോൾ വൈകി, അത്രയേ ഉള്ളൂ. പുതിയ MD എന്തൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തുമെന്ന് എനിക്ക് കണ്ടു തന്നെ അറിയണം. എന്നെപ്പോലെയുള്ള പഴഞ്ചനെയൊക്കെ പറഞ്ഞു വിടുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ പറഞ്ഞു വിടുമോ ഗോപാലേട്ടാ? അറിയില്ല നിർമ്മലെ, പറഞ്ഞു കേട്ട അറിവ് വെച്ച് വാങ്ങിയിരിക്കുന്ന ചില്ലറ കൂട്ടറൊന്നുമല്ല. ഈ നാട്ടിൽ ഏറ്റവും വലിയ പ്രമാണിയാണ് രാജശേഖരൻ സാർ. ആ സാറിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കെൽപ്പുള്ളവരെന്നാണ് കേട്ടത്. ഇതുവരെ എവിടെ നിന്ന് ആരും ഫാക്ടറിയിൽ വന്നതുകൂടിയില്ല. ഇനി വരുന്നത് എന്തൊക്കെ പൊല്ലാപ്പും കൊണ്ടാണെന്ന് ആർക്കറിയാം. എന്നാലും അങ്ങനെ എങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഗോപാലേട്ടാ? യൂണിയനൊക്കെ ഉള്ളതല്ലേ? യൂണിയൻ പണം കൊടുത്താൽ അവന്മാർ ആർക്ക് നേരെയും വിരൽ ചൂണ്ടും. എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. ആകെക്കൂടെ ഒരു വല്ലായ്മ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ അയാൾക്ക് മുന്നിലായി നിലത്ത് മുട്ടുകുത്തിയിരുന്നു പാർവതി. ഒന്നും പേടിക്കണ്ട അച്ഛാ, എല്ലാം ശരിയാകും. പാർവതി പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിലൂടെ തലോടി ഗോപാലകൃഷ്ണൻ. രാത്രി കിടക്കുമ്പോഴും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു പാർവതിക്ക്. ഇതൊന്നും തന്നെ അറിയാതെ തൻ്റെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് സുഖമായി ഉറങ്ങുന്ന ചിന്നുവിനെ കണ്ണിമ ചിമ്മാതെ കുറച്ചു സമയം നോക്കിക്കിടന്നു പാർവതിയും. രാത്രിയുടെ ഏതോ യാമത്തിൽ പതിയെ നിദ്രയിലേക്ക് വീഴുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം. എൻ്റെ കൊച്ചേച്ചി ഒന്ന് വേഗം നടക്ക്, ബെല്ലടിക്കും മുമ്പ് ക്ലാസ്സിൽ കയറേണ്ടതാ. പാർവതിയുടെ കയ്യും പിടിച്ചു വലിച്ചുകൊണ്ട് നടപ്പിനിടയിൽ ചിന്നു പറയുമ്പോൾ തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടെ കഴിച്ചിട്ടുകൊണ്ട് സാരിയുടെ മുന്താണിയും പിടിച്ച് വേഗത്തിൽ നടന്നു പാർവതി. അയ്യോ, മറന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ കയ്യിൽ തലവെച്ച് അവിടെ നിന്നു ചിന്നു. എന്താ ചിന്നു, എന്തു പറ്റി? കൊച്ചേച്ചി, എനിക്കൊരു നോട്ട് ബുക്ക് വാങ്ങണമായിരുന്നു. അത്രയുള്ള കാര്യം. ഇതേ കാണുന്ന കടയിലുണ്ടാവും, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സ്റ്റേഷനറി കടയിൽ ചൂണ്ടിക്കൊണ്ട് പാർവതി പറഞ്ഞു. കൊച്ചേച്ചി ഇവിടെ നിൽക്ക്, ഈ സാരിയും പിടിച്ച് അങ്ങ് പോയി വരുമ്പോഴേക്ക് ഒത്തിരി ലേറ്റാവും. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. എന്നാൽ ശരി. അതും പറഞ്ഞ് ബാഗ് തുറന്ന് ഒരു 50 രൂപ നോട്ടെടുത്ത് ചിന്നുവിന് കൊടുത്ത് പാർവതി പൈസയും വാങ്ങി. 2 സൈഡും നോക്കി ശ്രദ്ധയോടെ റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തെ കടയിൽ പോയി ചിന്നു ബുക്ക് വാങ്ങുന്നത് നോക്കി നിന്ന് പാർവതി. ബുക്കും വാങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ റോഡ് കിടക്കുമ്പോഴാണ് പകുതിക്ക് വെച്ച് ചീറിപ്പാഞ്ഞു വന്നൊരു വാഹനം പാർവതി ശ്രദ്ധിച്ചത്. ചിന്നു! പരിസരം മറന്ന് പാർവതി വിളിക്കുമ്പോൾ പേടിയോടെ ഒരടി പിന്നിലേക്ക് വെച്ചതും ആ കാർ ഒരു ശബ്ദത്തോടെ സഡൻ ബ്രേക്ക് ചവിട്ടിയതും ഒരുമിച്ചായിരുന്നു. സഡൻ ബ്രേക്ക് ചവിട്ടിയെങ്കിലും അതിൽ തട്ടി ചിന്നു നിലത്തേക്ക് വീണിരുന്നു. ചിന്നു! അലറി വിളിച്ചുകൊണ്ട് അവൾക്ക് അരികിലേക്ക് ഓടി പാർവതി.